കാലിന് ദീപം വചനധ്യാനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ വേറെ 7 ആത്മാക്കളെയും കൂട്ടി വരുന്ന ഒരു അശുദ്ധാത്മാവിൻ്റെ കാര്യം പരാമർശിക്കുന്നുണ്ട്. നിരന്തരമായി യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശാസ്ത്രിമാരും പരീശന്മാരും ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടതിന് ശേഷം 38-ാം വാക്യത്തിൽ യേശു കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് നീ ഒരടയാളം കൂടി കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. 38-ാം വാക്യം, ഗുരു, നീ ഒരടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു. ഇതുവരെയും കണ്ട അടയാളങ്ങൾ, വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയത്, അന്ധനായ കാഴ്ച കൊടുത്തത്, മറ്റ് പല അത്ഭുതങ്ങൾ, തളർവാദ രോഗികളെ ഉയർപ്പിച്ചത് തുടങ്ങിയ എല്ലാം കണ്ടതിന് ശേഷം വീണ്ടും പരീശന്മാരും ശാസ്ത്രിമാരും യേശു കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് ചോദിക്കുക, ഒരടയാളം കൂടി കാണുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവർക്ക് ബോധം വരുവാൻ വേണ്ടി കർത്താവ് പറയുന്ന ഒരു നറേറ്റീവ്, അതിനെ ഒരു ഉപമയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. യഹൂദന്മാരുടെ ഇടയിൽ പഴക്കം കൊണ്ട് അറിയാവുന്ന ഒരു സാഹചര്യത്തെ എടുത്തു കാണിച്ചുകൊണ്ട് യേശു കർത്താവ് അവരോട് സംവാദിക്കുന്ന ഭാഗമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ന്റെ 43 മുതൽ 45 വരെയുള്ള ഭാഗങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു. 2 തരത്തിലുള്ള ആത്മാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വേദപുസ്തകത്തിൽ. പരിശുദ്ധാത്മാവ് അഥവാ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം, അശുദ്ധാത്മാവ് അഥവാ ഇരുളിന്റെ ശക്തികൾ, പൈശാചിക ശക്തികൾ. ഈ ഏതെങ്കിലും ഒരു ശക്തിക്ക് എല്ലാ മനുഷ്യരും അടിമപ്പെട്ടിരിക്കും. ഇന്ന് നാം ഈ ഭൂമിയിൽ കാണുന്ന ക്രൂരമായ കൊലപാതകങ്ങളും മൃഗസമാനമായ മാനുഷിക പ്രവർത്തനങ്ങളും പീഡനങ്ങളും അല്പം പോലും ദാക്ഷിണ്യമില്ലാത്ത ക്രൂരതകളും എല്ലാം ഇരുട്ടിന്റെ ആത്മാക്കളുടെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിന് സ്നേഹവും സമാധാനവും ദയയും പരോപകാരവുമാണ് നൽകുവാനായിട്ടുള്ളത്. ഇവിടെ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു അശുദ്ധാത്മാവ് വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തെ യേശു കർത്താവ് പറയുകയാണ്. എപ്പോഴാണ് അശുദ്ധാത്മാവ് വിട്ടുപോകുന്നത്? ദൈവ സാന്നിധ്യം വരുമ്പോഴോ, ദൈവം ശാസിക്കുമ്പോഴോ, ദൈവ സാന്നിധ്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിലുമാണ് മനുഷ്യനിൽ കുടിയിരിക്കുന്ന അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോകുന്നത്. ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഒരു അശുദ്ധാത്മാവിനെ പുറത്താക്കുമ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അക്കാലങ്ങളിൽ അതിനെ നിർജ്ജന പ്രദേശത്തിലേക്കാണ് പറഞ്ഞു വിടുന്നത്. നീരില്ലാത്ത ഇടങ്ങളിലേക്കാണ് അതിനെ പറഞ്ഞു വിടുന്നത്. കാരണം അശുദ്ധാത്മാവിന് എപ്പോഴും കുടിയിരിക്കുവാൻ ഒരു ജീവനുള്ള ദേഹം ആവശ്യമാണ്. അത് ഏത് ജീവനുള്ള ദേഹത്തിൽ പ്രവേശിക്കുന്നോ ആ ജീവിതത്തെ അത് താറുമാറാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട്, അത് നശിപ്പിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവം അശുദ്ധാത്മാവിനെ പുറത്താക്കുമ്പോൾ അതിനെ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്തേക്ക്, നീരില്ലാത്ത ഇടത്തേക്ക് പറഞ്ഞു വിടും. നീരില്ലാത്ത ഇടത്ത് എത്തിപ്പറ്റുന്ന അശുദ്ധാത്മാവ് തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതായി 12-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം പറയുന്നുണ്ട്. അത് തണുപ്പ് അന്വേഷിക്കുന്നു. ഈ തണുപ്പ് എന്ന് പറയുന്നത് സ്വസ്ഥതയാണ്. ഒരു ശരീരം വിട്ട് പുറത്തു വന്നാൽ പിന്നെ ആ ആത്മാവ് സ്വസ്ഥമല്ല. അടുത്ത ഒരു ദേഹം ലഭിക്കുന്നത് വരെ അസ്വസ്ഥമായി ഊടാടി സഞ്ചരിക്കുന്ന മരുഭൂമിയിലെ നിർജ്ജന പ്രദേശങ്ങളിൽ, നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ്, സ്വസ്ഥത. എപ്പോൾ ആ ആത്മാവിന് സ്വസ്ഥത കിട്ടും? മറ്റൊരു ശരീരം കണ്ടെത്തുന്നത് വരെ അതിന് സ്വസ്ഥതയില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മരുഭൂമിയിൽ ഊടാടി നടന്ന ഈ അശുദ്ധാത്മാവ് അത്തരത്തിലൊരു ശരീരം കണ്ടെത്താത്തപ്പോൾ നാം വായിച്ചു കേട്ട 44-ാം വാക്യം, ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഞാൻ പുറപ്പെട്ടു വന്ന എൻ്റെ വീട്ട്. എന്തൊരു അധികാരമാണ് അശുദ്ധാത്മാവിന്! ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞ് അശുദ്ധാത്മാവ് നിർജ്ജന പ്രദേശത്തൊരു ദേഹം കണ്ടെത്താതെ വരുന്ന അവസരത്തിൽ സ്വസ്ഥതയില്ലാതെ വിളിച്ചു പറയുകയാണ്, ഞാൻ തിരികെ ചെല്ലും, ഞാൻ വിട്ടേച്ചു വന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും. എത്ര ഗൗരവമേറിയ ഒരു ആത്മീയ സത്യമാണിത്! നമ്മുടെ ജീവിതത്തിൽ നാം തുറന്നു കൊടുക്കുന്ന വാതിലിലൂടെ, നമ്മുടെ ഹാബിറ്റുകളിലൂടെ, നമ്മുടെ സ്വഭാവങ്ങളിലൂടെ, നമ്മുടെ ശീലങ്ങളിലൂടെ നമ്മുടെ അകത്ത് പ്രവേശിക്കുന്ന അന്ധകാര ശക്തി
അധികാരം സ്ഥാപിച്ചതിന് ശേഷം പറയുന്നു അത് എൻ്റെ വീടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പിശാച് കുടിയിരിക്കുന്ന ഓരോ ശരീരത്തെയും നോക്കിക്കൊണ്ട് അവൻ പറയുന്നു എൻ്റെ വീട്. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. പിശാച് വസിക്കുന്ന ദേഹങ്ങളെ നോക്കിക്കൊണ്ട് പിശാച് പറയുന്നു എൻ്റെ വീട്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോകുന്ന പിശാച് 44-ാം വാക്യത്തിൽ അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അശുദ്ധാത്മാവ് പുറപ്പെട്ടു പോയ ഒരു ജീവിതത്തെ തിരികെ വന്ന് കാണുന്ന അശുദ്ധാത്മാവ് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതായും കാണുന്നു. അടിച്ചു വാരിയതും അലങ്കരിച്ചതും ഒന്നും പിശാചിന് വിഷയമല്ല, അശുദ്ധാത്മാവിന് വിഷയമല്ല. പക്ഷെ അത് ഒഴിഞ്ഞു കിടക്കുന്നതാണ് പിശാചിന്റെ ബലം. ഒഴിഞ്ഞു കിടക്കുന്ന ആ ദേഹത്തെ കണ്ടപ്പോൾ അത് പറയുകയാണ് അവിടെ ഒരു വേക്കൻസി ഉണ്ട്. അശുദ്ധാത്മാവിനെ പുറത്താക്കി ചില ക്രമീകരണങ്ങളൊക്കെ നടന്നു, ചില അടിച്ചുവാരലുകളൊക്കെ നടന്നു, ചില അലങ്കാരപ്പണികളൊക്കെ ചെയ്തു. പക്ഷേ റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ടതിനെ, പുനഃസ്ഥാപിക്കേണ്ടതിനെ, നാഥനായിരിക്കുന്ന ക്രിസ്തുവിനെ, ദൈവത്തെ ആ ശരീരത്തിൽ പ്രതിഷ്ഠിക്കാത്തത് കൊണ്ട് അത് ഒഴിഞ്ഞു കിടക്കുന്നതായി അവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് പറയുന്നു, ഈ ക്രമീകരണങ്ങൾ നടന്ന ശരീരത്തിൽ എനിക്കിനി ഒറ്റയ്ക്ക് കയറുവാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ പോയിട്ട് എന്നിലും ബലവാന്മാരായ 7 അശുദ്ധാത്മാക്കളെയും കൊണ്ടുവരും. ഇന്നത്തെ ധ്യാന വിഷയം 7 അശുദ്ധാത്മാക്കൾ എന്നതാണ്. ഒന്ന് പോയിട്ട് വേറെ 7നെയും കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ വലിയൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഒഴിഞ്ഞ ശരീരത്തെ കണ്ട അശുദ്ധാത്മാവ് മറ്റ് അശുദ്ധാത്മാക്കളോട് പോയി പറയുകയാണ്, ഇന്ന സ്ഥലത്തൊരു ദേഹം ഒഴിഞ്ഞു കിടപ്പുണ്ട്, നമുക്കതിൽ ആവസിക്കാം. അവരെ എല്ലാവരെയും കൂടെ വിളിച്ചോണ്ട് വരികയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി വന്ന് അതിൽ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുന്നത്തേതിലും വല്ലാതെയാകും. ഇത് നാം ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ മറ്റ് ആസക്തികൾക്കോ അടിമപ്പെട്ട ഒരു വ്യക്തിയെ അതിൽ നിന്ന് വിടുവിച്ചൊരു മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില ക്രമീകരണങ്ങൾ, ചില സ്തോത്രങ്ങൾ, ചില സ്തുതികൾ, ചില ആരാധനകൾ, ചില പാട്ടുകൾ, ചില പ്രാർത്ഥനകൾ ഒക്കെ മാനസാന്തരത്തിന്റെ ലക്ഷണമായി നാം കാണുന്നു. എന്നാൽ കുറെ കാലത്തിന് ശേഷം ആ മനുഷ്യൻ വീണ്ടും അപാരമായ ഒരു കുത്തഴിഞ്ഞ കുഴിയിലേക്ക് വീണു പോകുന്നത് കാണുമ്പോൾ നാം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്ത് പറ്റി? ഒരിക്കൽ മാനസാന്തരപ്പെട്ട ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് അവൻ മദ്യപാനത്തിലേക്ക് മടങ്ങിപ്പോയി? എന്തുകൊണ്ട് അവന്റെ ദോഷപരിചയങ്ങളിലേക്ക് അവൻ പിന്നെയും പോയി എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ കാണുന്നത്. അവൻ മാനസാന്തരപ്പെട്ടു, അവൻ പ്രാർത്ഥിച്ചു, അവൻ പാടി, പലതും ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ തൻ്റെ ഹൃദയത്തിനകത്ത് ഒഴിഞ്ഞിരിക്കുന്ന ആ വാക്യൂമിനകത്ത്, ആ ശൂന്യതയിലേക്ക് സർവശക്തനായ ദൈവത്തെ, യേശു കർത്താവിനെ പ്രതിഷ്ഠിക്കുന്നതിൽ വന്നുപോയ പരാജയമാണ് ഈ അശുദ്ധാത്മാക്കൾക്ക് വീണ്ടും ആ ശരീരത്തിലേക്ക് കയറുവാൻ സാധിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമുണ്ടെന്ന് പറയുന്നതിൻ്റെ അടയാളമായ പല കാര്യങ്ങളിലും നാം ഏർപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ സാക്ഷാൽ ദൈവം തമ്പുരാൻ സർവശക്തൻ അധിവസിച്ചുകൊണ്ട് നമ്മെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ആ ശൂന്യതയിലേക്ക് അശുദ്ധാത്മാവിന് കയറി വരുവാൻ സാധിക്കുമെന്ന് ഈ ഭാഗം പറയുന്നു. ഇത് ശാസ്ത്രിമാരും പരീശന്മാരുമായിട്ടുള്ള ബന്ധം എന്താണ്? അവർ സമ്പ്രദായങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്. സഭയുടെ നാഥനായിരിക്കുന്ന യേശുവിനെ സംശയിച്ചുകൊണ്ട് വീണ്ടും അവർ അടയാളം ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ യേശുവില്ല, പക്ഷെ ചില സമ്പ്രദായങ്ങളുണ്ട്. തൊടരുത്, പിടിക്കരുത്, കൈ കഴുകണം, പതാരം കൊടുക്കണം, ദശാംശം കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില സമ്പ്രദായങ്ങൾ. അതാണ് തൂത്തുവാരുക, അലങ്കരിക്കുക. ഈ തൂത്തുവാരലുകളും അലങ്കരിക്കലുകളുമൊന്നും അശുദ്ധാത്മാവിനൊരു വിഷയമേ അല്ല, അതവന് പ്രശ്നമേ അല്ല. എന്നാൽ നമ്മുടെ അകത്തിരിക്കേണ്ട ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവ സാന്നിധ്യം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ
അവൻ ഒരിക്കലും നമ്മളെ നോക്കിക്കൊണ്ട് അശുദ്ധാത്മാവ് പറയുകയില്ല ഇതെൻ്റെ വീട് എന്നവന് പറയാൻ സാധിക്കുകയില്ല. ഒഴിഞ്ഞതായി കാണുന്ന ഓരോ ദേഹങ്ങളിലേക്കും, ഒഴിഞ്ഞതായി കാണുന്ന ഓരോ ഭവനമാകുന്ന മന്ദിരങ്ങളിലേക്കും ഇടിച്ചു കയറുവാൻ തക്കം പാർത്തു നിൽക്കുന്ന ഒരു അന്ധകാര ശക്തി പ്രബലപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാമും ജീവിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 12:44, ഞാൻ പുറപ്പെട്ടു പോന്ന് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്നവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ബലവാന്മാരായ 7 പേരുമായി മടങ്ങിയെത്തുന്നു. ദൈവമക്കളെ, എത്ര ആഴത്തിലുള്ള മർമ്മങ്ങളാണ് യേശു കർത്താവ് പരീശന്മാരോട് പറഞ്ഞത്. സമ്പ്രദായങ്ങളോ കർമ്മങ്ങളോ അല്ല നമ്മളെ രക്ഷിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന ഉയർപ്പിന്റെ ശക്തി, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണെങ്കിൽ ഒരശുദ്ധാത്മാവിനും നമ്മുടെ ശരീരം നോക്കിക്കൊണ്ട് എൻ്റെ വീടെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഒഴിഞ്ഞിരിക്കുന്ന ഭവനങ്ങളെ എത്രയും പെട്ടെന്ന്, ഒഴിഞ്ഞിരിക്കുന്ന ശരീരങ്ങളെ, ഒഴിഞ്ഞിരിക്കുന്ന മനസ്സുകളെ ക്രിസ്തു സാന്നിധ്യത്താൽ നമുക്ക് നിറച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജയജീവിതം നമുക്ക് നടത്താം. ഇന്നും കേവലം ചില തൂത്തുവാരുകളും ചില മിനുക്കുപണികളും ചില അലങ്കാരങ്ങളുമായി ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ അശുദ്ധാത്മാക്കൾ നമ്മൾക്ക് നമ്മളെ ഭയമില്ല എന്നോർക്കുക. നമ്മുടെ സ്തുതിസ്തോത്രങ്ങൾ, പാട്ടുകൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ എല്ലാം ഹൃദയത്തിൽ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടാണെങ്കിൽ തൂത്തുവാരലുകളുടെയും അലങ്കാരങ്ങളുടെയും ഒപ്പം ഒഴിഞ്ഞു കിടക്കുന്ന ഒരിടം ഇല്ലാതായിത്തീരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ അന്ധകാര ശക്തികളുടെ മേൽ ജയം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ആരുടെ ശരീരത്തെയും നോക്കിക്കൊണ്ട്, ആരുടെ ദേഹത്തെയും നോക്കിക്കൊണ്ട് പൈശാചികൻ പറയാതിരിക്കട്ടെ, എൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കുന്നു. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ടിട്ട് ഹൃദയം തുറക്കുകയാണെങ്കിൽ അവൻ വന്ന് നമ്മളോടൊപ്പം അത്താഴം കഴിക്കുകയും ജയിക്കുന്നവനെ തൻ്റെ സ്വന്തം സിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്യും. ഈ വാഗ്ദത്ത വചനങ്ങളാൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഫലകരമായി മുന്നോട്ട് കൊണ്ടുപോകുക.